ചരിത്രം ആവർത്തിക്കും, രാഷ്ട്രീയവും ആവർത്തിക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ സമീപകാലത്ത് കേരളത്തിലും അരങ്ങേറിയ നാടകം നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിലും അതിഗംഭീരമായിട്ട് ആടിത്തിമിർക്കുകയായിരുന്നു. അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന സിദ്ധരാമയ്യ രാജിവെച്ചു. ആ സ്ഥാനത്തേക്ക് ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാർ വന്ന് കയറുകയാണ്. കർണാടകമായതുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു, മുഖ്യമന്ത്രിയായി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏത് സെക്കൻഡിൽ വേണമെങ്കിലും കാലെ പിടിച്ച് വലിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. കേരളത്തിൽ സംഭവിച്ച പോലെ ഒരു ഭാഗത്ത് ജനപിന്തുണയുള്ള നേതാവ്, മറുഭാഗത്ത് പണപിന്തുണയുള്ള നേതാവ്. ജനപിന്തുണയുള്ളത്, അതായത് MLA മാർ കൂടുതൽ പിന്തുണച്ച നേതാവ് സിദ്ധരാമയ്യയാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പണം നന്നായിട്ട് ചിലവാക്കി പ്രവർത്തകരെ ഉത്തേജിപ്പിച്ച് ഇവിടെ KC വേണുഗോപാൽ ചെയ്ത ജോലി അത് സ്തുത്യർഹമായ രീതിയിൽ നിറവേറ്റിയത് ശിവകുമാർ. പുള്ളി വലിയ പൈസക്കാരനാണ്. ധാരാളം പണം രാഷ്ട്രീയത്തിൽ വന്നേക്ക് മുമ്പുണ്ട്, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അത് 10 ഇരട്ടിയാക്കിയിട്ടുണ്ട്. പണം പിന്തുണ മാത്രമല്ല, മസിൽ പവറും നന്നായിട്ടുണ്ട്. പിന്നെ സമുദായ പിന്തുണയുണ്ട്. അദ്ദേഹം പ്രബലമായ ഒക്കലിക സമുദായക്കാരനാണ്. ഒക്കലിക സമുദായത്തിൽ നിന്ന് ഗംഭീരന്മാരായ നേതാക്കന്മാർ പണ്ടുണ്ടായിട്ട് അതിൽ പ്രമുഖനായൊരു വ്യക്തി SM കൃഷ്ണയാണ്. മുൻ മുഖ്യമന്ത്രി, പിന്നീട് വിദേശകാര്യമന്ത്രിയുമായിരുന്നു SM കൃഷ്ണൻ. പിന്നെ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി തീർന്ന സാക്ഷാൽ ദേവഗൗഡയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി, അവരൊക്കെ ആ സമുദായക്കാരാണ്. അങ്ങനെ ഒരു പ്രബല സമുദായമാണ് ഒക്കലിംഗം. ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. പുള്ളിക്ക് പണപിന്തുണയും സമുദായ പിന്തുണയും ഉണ്ട്. സിദ്ധരാമയ്യക്ക് സമുദായ പിന്തുണ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം OBC വിഭാഗക്കാരൻ ഒരു ചാമ്പ്യനായിട്ടാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല, പുള്ളി അഹിന്ദ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രധാന വക്താവാണ്. അതായത് അൺപ്രിവിലേജഡായിട്ടുള്ള സമുദായങ്ങൾ, OBC, അതുപോലെ പട്ടികജാതി വിഭാഗക്കാരനെയൊക്കെ പിന്തുണയുള്ള ആളാണ്. മുസ്ലിം മൈനോറിറ്റിയുടെ പിന്തുണയും സിദ്ധരാമയ്യക്കാണ്. പുള്ളി വലിയ മതേതരനാണ്. മാത്രമല്ല, സിദ്ധരാമയ്യക്ക് തെക്കേ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വലിയൊരു വ്യത്യസ്തതയുണ്ട്. അതറിയാം, പുള്ളി ദൈവവിശ്വാസിയല്ല. ദൈവവിശ്വാസികളല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ എന്നല്ല, ഇന്ത്യ രാജ്യത്ത് വളരെ കുറവാണ്. കർണാടകത്തിൽ തീരെയില്ല. ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങളും ജ്യോതിഷികളാണ് തീരുമാനിക്കുന്നത്. ഇദ്ദേഹത്തിന് ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ ക്ഷുദ്രം, മാരണം, കൂടോത്രം മുതലായ ദുർമന്ത്രവാദത്തിലൊന്നും യാതൊരു വിശ്വാസമില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാർ. പിന്നെ ഈ സ്റ്റാലിനൊക്കെ നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുന്നവരാണ് കരുണാനിധിയൊക്കെ. അവർക്ക് വീട്ടിൽ വലിയ പൂജാരിമാരെ വിളിച്ചു വരുത്തി ക്രിയയും കർമ്മമൊക്കെ ചെയ്യിക്കുന്നവരാണ്. അവരുടെ നിരീശ്വരവാദം എന്ന് വെച്ചാൽ ശുദ്ധ തട്ടിപ്പാണ്. ഇദ്ദേഹം അങ്ങനെയല്ല, ശരിക്കും പവൻ മാറ്റി യുക്തിവാദിയാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിരീശ്വരവാദിയാണ്. ആ ജ്യോതിഷത്തിലും ജാതകത്തിലും ക്ഷുദ്രത്തിലും മാരണത്തിലും വിശ്വാസമില്ലാത്തതാണ്. മറിച്ച് ശിവകുമാർ അങ്ങനെയല്ല, പുള്ളിക്ക് ഇതിലെല്ലാം ഭയങ്കര വിശ്വാസമാണ്. അതികഠിന വിശ്വാസിയാണ്. ജ്യോതിഷത്തിലും ജാതകത്തിലും മാത്രമല്ല, ക്ഷുദ്രം, മാരണം, കൂടോത്രം ഈ വകയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ളതാണ്. പുള്ളിയോട് കിടപിടിക്കാവുന്ന ഒരാൾ കർണാടകത്തിലുണ്ടെങ്കിൽ, രണ്ടുപേരുണ്ടെങ്കിൽ, ഒന്ന് ദേവഗൗഡയും മറ്റത് യെദ്യൂരപ്പയുമാണ്. അപ്പോൾ ഈ രണ്ട് മല്ലന്മാരോട് ഏറ്റുമുട്ടാൻ പറ്റിയ അത്ര ശക്തനായ കഠോര വിശ്വാസിയാണ് ശ്രീമാൻ ശിവകുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠ ഹസ്തങ്ങളിലേക്കാണ് കർണാടകത്തിൻ്റെ രാജ്യഭാരം പോകുന്നത്. 2 കൊല്ലം ഉണ്ട്. 2.5 കൊല്ലം കഴിയുമ്പോൾ മാറിക്കൊടുക്കാമെന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത്. പക്ഷേ പുള്ളി മാറിയില്ല. പുള്ളി അവിടെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച പോലെ ഇരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടി അദ്ദേഹത്തെ ഇളക്കി പറിച്ച് അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ശിവകുമാർ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നു. പുതിയ മന്ത്രിസഭയിൽ പുതിയ മന്ത്രിമാരുണ്ടാവും. അപ്പോൾ പുതിയ മന്ത്രിമാരുടെ പേരും അവരുടെ വകുപ്പൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് KC വേണുഗോപാലിന് വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുണ്ടാവും. പുള്ളിക്ക് ആ ജയിച്ചു വരുന്നതിൽ ഒരു പങ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ രസകരമായ കൗതുകകരമായൊരു രാഷ്ട്രീയ മാറ്റം കർണാടകത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒക്കലിംഗരെ പോലെ തന്നെ പ്രബലമായ മറ്റൊരു സമുദായമാണ് ഈ ലിംഗായത്ത്. ലിംഗായത്തുകാരുടെ അനിഷേധ്യ നേതാവ് എന്ന് പറഞ്ഞാൽ യെദ്യൂരപ്പയാണ്. എല്ലാ പാർട്ടികളിലും അവരുണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഈ ലിംഗായത്തുകൾക്ക് കോൺഗ്രസ്സിൽ ശരിയായ രീതിയിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല, ഞങ്ങൾ പണിഞ്ഞു കളയും എന്നാണ് ആ സമുദായ നേതാക്കത്തിൽപ്പെട്ട നേതാക്കന്മാർ, അവരുടെ ലിംഗായത്ത് മഠത്തിൻ്റെയൊക്കെ ഭീഷണി. ഇനി അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ ചെറുത്ത് നിൽക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കുമോ? സാധിച്ചാൽ തന്നെ എത്ര സീറ്റ് കിട്ടും? മാത്രമല്ല, മറുഭാഗത്ത് BJPയുടെ കൂടെ നമ്മുടെ ജോസ് തെറ്റലിൻ്റെയും മാത്യു ടി തോമസിൻ്റെയും പഴയ പാർട്ടിയായ ജനതാദൾ സെക്കുലറുണ്ട്. പേരിൽ മാത്രമാണ് സെക്കുലറായിട്ടൊരു പാർട്ടിയാണ്. ആ പാർട്ടിയും അതിൻ്റെ പരമോന്നത നേതാവ്
ദേവഗൗഡയും അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമിയും ഉണ്ട്. യുവ നേതാവ് എന്ന് പറയാമായിരുന്ന പ്രജ്വൽ രേവണ്ണ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് സ്ത്രീ പീഡന കേസിൽ. അപ്പോൾ ഇങ്ങനെ മഹാമല്ലന്മാർ മറുഭാഗത്ത് നിൽക്കുന്നു, ശിവകുമാർ ഈ ഭാഗത്ത് നിൽക്കുന്നു. ഈ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുമ്പോൾ പുള്ളി പലവിധ നമ്പറുകൾ ഇറക്കി. പുള്ളി മാറുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു പട്ടിക സമുദായക്കാരനായ പരമേശ്വര എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ പരമേശ്വരയെ മുഖ്യമന്ത്രി ആക്കണം, അങ്ങനെ ഒരു ദളിതനെ കർണാടക മുഖ്യമന്ത്രിയാക്കി എന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല, രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല. പരമേശ്വരനായിട്ട് നിന്നാൽ മതി, മുഖ്യമന്ത്രി ഒന്നും ആകണ്ട, അതിന് ശിവകുമാറുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അതിനേക്കാളും വലിയ അപകടം എന്താ വെച്ചാൽ ഈ സിദ്ധരാമയ്യയോട് രാജ്യസഭാ മെമ്പറായിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു വേണ്ട, ദേശീയ രാഷ്ട്രീയം നമുക്ക് അത്ര രുചിക്കുന്ന ഒന്നല്ല, ഞാനിവിടെ ഈ ലോക്കൽ പൊളിറ്റിക്സായിട്ട് നടന്നോളാം എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആദരാർത്ഥം വളരെ ഗുരുതരമാണ്. കാരണം അദ്ദേഹം നിയമസഭയിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരെ വെച്ച് കൂടുതൽ എം എൽ എമാർ പുള്ളിക്കാണല്ലോ പിന്തുണ, അവരെ പറ്റി ശിവകുമാറിൻ്റെ കാല് വാരാനുള്ള പരിപാടിയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും കൂടുതൽ കൗതുകകരമായ കാഴ്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കർണാടകത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ജില്ലായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.